തമിഴ് മണ്ണിലെ രാഷ്ട്രീയ തന്ത്രം, കോൺഗ്രസിന്റെ തിരിച്ചുവരവോ വൈകി വന്ന ബുദ്ധിയോ? നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. തമിഴക രാഷ്ട്രീയത്തിൽ പുതിയൊരു യുഗപ്പിറവിയാണ്. അരനൂറ്റാണ്ടുകാലം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ തണലിൽ ഒതുങ്ങിക്കൂടിയ കോൺഗ്രസ് ഒരു തകർച്ചയുടെ വക്കിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയാണോ എന്നുള്ളതാണ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഈ 2026 തമിഴ്നാട് നിയമസഭയുടെ ഫലം പുറത്തു വരുമ്പോൾ കഥ മാറുകയാണ്. DMK-യുടെ അവഗണനയിൽ മനമെടുത്ത് ഈ സൂപ്പർ താരം വിജയുടെ തമിഴക വെട്രിക്കഴകം എന്ന പുതിയ കരുത്തിനൊപ്പം കൈകോർക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്ന് ഇന്ത്യ കാണുന്നത്. He's a banger who puts enemies on. ഏത്തിക്കിട്ടീங்க 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റ് നേടി 100% വിജയം കോൺഗ്രസ് കാഴ്ചവെച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK കോൺഗ്രസിനോട് കാണിച്ചത് തികഞ്ഞ രാഷ്ട്രീയ വഞ്ചനയായിരുന്നു. ജയസാധ്യത തീരെയില്ലാത്ത 28 മണ്ഡലങ്ങൾ നൽകി കോൺഗ്രസിനെ തോൽവിയുടെ മാല അണിയിക്കുകയായിരുന്നു സ്റ്റാലിൻ ചെയ്തത്. വെറും 5 MLA-മാരിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയപ്പോൾ അത് ആ പ്രസ്ഥാനത്തിന്റെ അന്തകനായി മാറിയേക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തമിഴ് മണ്ണെന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ ഭൂമിയല്ല. ഈ സ്വന്തം പിതാവ് രാജീവ് ഗാന്ധി ചിന്നിച്ചെതറി വീണ ഈ ശ്രീപെരുമ്പത്തൂരിലെ മണ്ണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഉണങ്ങാത്ത മുറിവാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ശ്രീപെരുമ്പത്തൂർ പോലും കോൺഗ്രസിന് ലഭിച്ചില്ല എന്നുള്ളത് അത്രമാത്രം ക്രൂരമാണ്. തന്റെ പിതാവിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ പോലും തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി നിന്നത്. ആ അവസ്ഥയിൽ നിന്നും കോൺഗ്രസിനെ മാറ്റാൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ എടുത്ത തീരുമാനം കൃത്യമായിരുന്നു എന്ന് കാലം തെളിയിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ദീർഘവീക്ഷണമുള്ള ചില നേതാക്കൾ കോൺഗ്രസിനുള്ളിലെ അപായ സൂചന നൽകിയിരുന്നു. കോൺഗ്രസിന്റെ ഡേറ്റ അനലിസ്റ്റ് വിഭാഗം മേധാവി പ്രവീൺ ചക്രവർത്തി കൃത്യമായ കണക്കുകൾ നിരത്തി രാഹുൽ ഗാന്ധിയോട് ഈ വിജയിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആവശ്യപ്പെട്ടതാണ്. വിജയുമായി കൈകോർക്കാനായിരുന്നു. രാഹുലും വിജയും ഒന്നിച്ചാൽ തമിഴകത്ത് ഒരു ക്ലീൻ സ്വീപ്പ് നടത്താമെന്നും DMK-യുടെ മാലായി നിൽക്കാതെ കോൺഗ്രസിന് സ്വന്തം അസ്തിത്വം വീണ്ടെടുക്കാമെന്നും അദ്ദേഹം വാദിച്ചിരുന്നു. എന്നാൽ ദേശീയ തലത്തിൽ ഐക്യത്തിന്റെ പേര് പറഞ്ഞ് KC വേണുഗോപാലും തമിഴ്നാട് PCC അധ്യക്ഷൻ K. സെല്വപ്പെരുന്തകയും ഈ നീക്കത്തെ നഖശികാന്തം എതിർക്കുകയായിരുന്നു. ഈ പരീക്ഷിക്കപ്പെടാത്ത TVK-യെ വിശ്വസിക്കരുത് എന്നായിരുന്നു അവരുടെ പക്ഷം. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾക്ക് സ്വന്തം അയൽ സംസ്ഥാനത്തെ ജനവികാരം പോലും തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനെയും ലജ്ജിപ്പിക്കുന്നതാണ്. ഉപദേശകരുടെ ഈ കടുംപിടുത്തം കാരണം നഷ്ടപ്പെട്ടത് തമിഴ്നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അന്തസ്സാണ്. വിജയുടെ ഒറ്റയാൾ പോരാട്ടം തമിഴകം കീഴടക്കിയപ്പോൾ തന്റെ രാഷ്ട്രീയ വൈഭവം രാഹുൽ പുറത്തെടുക്കുകയായിരുന്നു. വിജയുടെ TVK-ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ആദ്യ പാർട്ടിയായി കോൺഗ്രസ് മാറി. മൈ ബ്രദർ എന്ന് വിജയ് വിളിക്കുമ്പോൾ രാഹുലിന്റെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരി കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നത് വലിയ ആശ്വാസമാണ്. திரு ராகுல் காந்தி அவர்கள் DMK-യുടെ തണലിൽ കിട്ടാത്ത അംഗീകാരവും ആദരവുമാണ് ഇന്ന് വിജയ് രാഹുലിന് നൽകുന്നത്. സ്റ്റാലിനാണ് ജയിച്ചിരുന്നതെങ്കിൽ അണികൾക്കിടയിൽ പോലും ഒരുപക്ഷെ രാഹുലിന് സീറ്റ് കിട്ടുമോ എന്നത് സംശയമാണ്. എന്നാൽ ഇവിടെ ഒറ്റ ചോദ്യം ബാക്കിയാണ്. രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള ഉപദേശകർ കൃത്യമായ സമയത്ത് ഉപദേശം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ തമിഴ് മണ്ണിലെ ജനവികാരം രാഹുലിനെ അറിയിക്കുന്നതിൽ കൃത്യമായി പരാജയപ്പെട്ടോ എന്ന ഗൗരവമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഉപദേശകരുടെ വാക്കുകളേക്കാൾ സ്വന്തം ബുദ്ധിയും ഇതുവരെയുള്ള അനുഭവജ്ഞാനവും ഉപയോഗിച്ച് നീങ്ങിയാൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഇനിയും വസന്തം വരും എന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ കാണിക്കുന്നത്. 2028 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. സ്റ്റാലിന്റെ ധിക്കാരത്തിന് തിരിച്ചടി നൽകി വിജയിയോടൊപ്പം ചേർന്ന് തമിഴ് മണ്ണിൽ ഒരു വലിയ തേരോട്ടം നടത്താൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ഇത് വെറും ഒരു സഖ്യമല്ല, മറിച്ച് കോൺഗ്രസിന്റെ അന്തസ് വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടമാണ്. തന്റെ പിതാവിനെ നഷ്ടപ്പെട്ട മണ്ണിൽ നിന്നും പുതിയൊരു രാഷ്ട്രീയ വിജയം രാഹുൽ ഗാന്ധി പടുത്തുയർത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ തമിഴ് മണ്ണിലെ ദ്രാവിഡ കക്ഷികൾക്ക് പകരമായിട്ട് ഒരു മൂന്നാം ശക്തിയാകാനായിട്ട് BJP കിണഞ്ഞു ശ്രമിക്കുമ്പോഴാണ് വിജയുടെ TVക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ചത്. യഥാർത്ഥത്തിൽ BJP ലക്ഷ്യം വെച്ചിരുന്ന രാഷ്ട്രീയ സ്പേസ് പിടിച്ചെടുത്താണ് TVK വളർന്നു വന്നത്. 2021 20 സീറ്റിൽ മത്സരിച്ചതിൽ 4 ഇടത്ത് BJPക്ക് ജയിക്കാനായി. ഇത്തവണ AIADMK-യോടൊപ്പം സഖ്യത്തിൽ 27 സീറ്റുകൾ ലഭിച്ചിട്ടും വെറും 1 സീറ്റിലാണ് BJPക്ക് ഒതുങ്ങേണ്ടി വന്നത്. ഈ TVK തരംഗത്തിനിടയിലും വോട്ട് വിഹിതം 2.6 നിന്നും 2.9% ഉയർത്താനായി എന്നത് BJPക്ക് ആശ്വസിക്കാം. എങ്കിലും ഒറ്റ MLA മാത്രമുള്ള BJP-യേക്കാൾ 5 അംഗങ്ങളുള്ള കോൺഗ്രസിനെ കൂടെ കൂട്ടാനാണ് വിജയ് താല്പര്യം കാണിച്ചത്. അത് BJPക്ക് 10 അതിലധികമോ സീറ്റുകൾ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ തമിഴ്നാട് രാഷ്ട്രീയം മറ്റൊരു ദിശയിലേക്ക് മാറുമായിരുന്നു. ഈ പ്രതിസന്ധിയെ കൃത്യമായി മുൻകൂട്ടി കണ്ട് DMK സഖ്യം ഉപേക്ഷിച്ച് വിജയിലേക്ക് തിരിയാൻ രാഹുൽ കാണിച്ച ആ രാഷ്ട്രീയ ബുദ്ധി കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരളീയം ന്യൂസ്. உங்கள ஒருத்த மாதிரிதான், உங்க குடும்பத்துல ஒருத்த மாதிரிதான், உங்க புள்ள மாதிரிதான், உங்க மகன் மாதிரிதான், உங்க அண்ணன் மாதிரிதான், உங்க தம்பி மாதிரிதான். കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.